ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഇവിടെയും സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി മീഷോന്ന് നല്ല കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും കളക്ഷൻസ് ഇല്ല, കുറച്ചേ ഉള്ളൂ ഡ്രസ്സുകൾ. അപ്പോൾ ഉള്ളതിനകത്ത് തന്നെ കോഡ് സെറ്റും അതുപോലെ ഒരു അറബിക് ടച്ചുള്ള നല്ലൊരു അടിപൊളി ഒരു ടോപ്പ്, അതുപോലെ വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പാർട്ടി വെയർ സെറ്റൊക്കെ ഇട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് സ്കിപ്പ് ചെയ്യാതെ പെട്ടെന്ന് കാണാം. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ഇല്ല, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുവെക്കണം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ വീഡിയോയിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പാർട്ടി വെയർ തന്നെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള എന്താ പറയുക, ഇതിനകത്ത് കാണുന്നത് ഒരു കോഫി ബ്രൗൺ ആണ്, പക്ഷേ ഇത് നല്ലൊരു അടിപൊളി മെറൂൺ കളറിൽ വരുന്നൊരു ചുരിദാർ സെറ്റാണ് കേട്ടോ. നല്ല രസമുണ്ട്. കുർത്ത ആൻഡ് പലാസോ സെറ്റാണ്. എന്താ പറയുക, വെഡ്ഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട്. ഫുൾ വർക്കാണ് ഇതിൽ വന്നേക്കുന്നത്. എന്താ പറയുക, ഫുൾ സീക്വൻസ് ആൻഡ് ഗോൾഡൻ എംബ്രോയ്ഡറി, പിന്നെ എന്താ പറയുക, ഇത് ഇതുപോലത്തെ സംഭവമൊക്കെ നന്നായിട്ട് ഫുൾ ഫിനിഷിങ്ങിലാണ് വന്നേക്കണം. നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങിലാണ് വന്നേക്കണം കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഹെവി ഫോക്സ് ജോർജറ്റാണ് കേട്ടോ. നല്ല എന്താ പറയുക, ക്വാളിറ്റി വൈസ് നമുക്ക് 10/10 തന്നെ കൊടുക്കാം. അത്ര നല്ല ക്വാളിറ്റി ഉണ്ട്. ഉള്ളിൽ വന്നേക്കണം നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഫുള്ള് ത്രൂ ഔട്ട് ഫുൾ വർക്കാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. സ്ലീവ് 3/4 ആണ്. ഫോട്ടോയിൽ കൊടുത്തിരുന്നത് ഫുൾ സ്ലീവ് ആയിരുന്നു, പക്ഷേ നമുക്ക് ഇടുമ്പോൾ ഫുൾ സ്ലീവായിട്ട് വരുന്നില്ല. 3/4 ആണ്. ഇതാ സ്ലീവേൽ ഇതാ ഇതുപോലത്തെ വർക്ക് തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ് ആണ്, പക്ഷേ നല്ല വർക്കിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഫുൾ വർക്കാണ്. നമ്മുടെ സ്ലിറ്റ് വന്നിട്ട് ഇതുപോലെ സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്താ പലാസോക്ക് ഇടാവുന്ന അത്ര, അതായത് നീ ലെങ്ത്തിലാണ് വരുന്നത്. താഴേക്ക് അത്ര ഇറക്കം വരുന്നില്ല, എന്നാൽ തന്നെ നല്ല ആവശ്യത്തിന് നീ ലെങ്ത്തിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ബാക്കിലേക്ക് പ്ലെയിൻ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ പലാസ വന്നിട്ട് ഇതാ ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ്. നല്ല ക്വാളിറ്റിയുള്ള ഇലാസ്റ്റിക്കേറ്റഡ് ആണ്. അതുപോലെ നോർമൽ നല്ല ലെങ്ത്ത്, ഭയങ്കര ലെങ്ത്തിലും വിഡ്ത്തിലുമാണ് വന്നേക്കണം കേട്ടോ. നല്ല ഭംഗിയിൽ. ഇതിനും ലൈനിങ് ഇട്ടിട്ടുണ്ട്. സെയിം ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ഇട്ടേക്കുന്നത്. പലാസോൻ്റെ എൻഡിലായിട്ട് ഇതാ ഇതുപോലത്തെ സെയിം എന്താ പറയുക, ആ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് ഷോളാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഷോളിൻ്റെ രണ്ട് സൈഡിലും ചുറ്റിലും, രണ്ട് സൈഡല്ല ചുറ്റിലും ഇതുപോലൊരു പട്ട കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തലയിലിങ്ങനെ കുത്തിയാൽ ഇരിക്കുകയും ചെയ്യും. അതുപോലെ ഉള്ളിലേക്ക് ഇതാ സെയിം സീക്വൻസ് വിത്ത് എംബ്രോയ്ഡറി വർക്ക്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ടോട്ടലി ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ. ഇത്രയും വർക്ക് ഉണ്ടെങ്കിലും അത്ര വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇത്രയും ഐറ്റം ഞാൻ പർച്ചേസ് ചെയ്തത് XL ആണ്. ഇത് മീഡിയം തുടങ്ങി XXL വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സൈസ് നോക്കിയിട്ട് മെഷർമെൻറ്റ് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ. സാധാരണ ഇങ്ങനത്തെ ഐറ്റംസ് ഫ്രീ സൈസാണ് വരാറ്. ഇത് ഞാൻ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് നോക്കി വാങ്ങിയതാണ്. ഇതെനിക്ക് XL ആണെങ്കിലും കുറച്ച് ലൂസാണ്. ഞാനത് സൈഡിൽ പിൻ ചെയ്തേക്കാണ് കറക്റ്റായിട്ട് കിട്ടാൻ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1400 സംതിങ് ആണ്. റേറ്റ് എക്സാക്റ്റ് ഞാൻ സൈഡിൽ കാണിച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അറബിക് ടച്ചുള്ള ഒരു ടോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതാണ് കേട്ടോ ആ ടോപ്പ് വന്നിട്ട്. വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ്, പക്ഷേ നേരിട്ട് ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലൂ ആണ് കേട്ടോ. അത്ര വൃത്തികേടൊന്നുമുള്ള ബ്ലൂ അല്ല, ശരിക്കും ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ആണ്. എന്നാൽ നേവി ബ്ലൂവും അല്ല കേട്ടോ. അത്യാവശ്യം ഡാർക്കായിട്ടുള്ള നല്ലൊരു എന്താ പറയുക, ഒരു എലഗൻ ലുക്ക് തരുന്നൊരു ബ്ലൂ കളറാണ്. വിത്ത് അതിൻ്റെ വർക്കും കൂടിയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു അറബിക് ടച്ച് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഇതിന് മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയലിന്. അതുപോലെ എൻ്റെ നമ്മുടെ നെക്ക് വന്നിട്ട് കോളേഡാണ്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ് കേട്ടോ. ഒരു ഷർട്ട് മോഡലിലാണ് വന്നേക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ ഷ്രഗായിട്ടും യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് താഴേക്ക് ഓപ്പൺ ബട്ടണാണ്, ഫുൾ ബട്ടനാണ് കേട്ടോ, ഓപ്പൺ ബട്ടണാണ്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെ ഫുൾ സ്ലീവാണ്. ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് ഷർട്ട് മോഡലാണ് വന്നേക്കണം കേട്ടോ. ഇതുപോലത്തെ ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് വന്നേക്കണം കേട്ടോ. ഇതിന് രണ്ട് സൈഡിലും ഇതുപോലെ ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വേണമെങ്കിൽ കെട്ടിയാൽ അതൊരു ചെറിയൊരു ഗൗണായിട്ടും ഇരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. അത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതിയല്ലോ. ശരിക്കും നല്ലൊരു അടിപൊളി ഒരു
സെറ്റ് തന്നെയാണ്. ഇത് ഞാൻ വാങ്ങിയ സൈസ് വന്നിട്ട് ലാർജാണ്. ഇത് മീഡിയം തുടങ്ങി XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും 430 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു കോഡ് സെറ്റാണ്. കാഷ്വൽ വെയർ ആയിട്ട് എന്തായാലും യൂസ് ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റം തന്നെ കേട്ടോ. ഒരു എന്താ പറയുക, ചെറുപയർ പച്ച എന്നൊക്കെ പറയൂലേ, ആ ഒരു കളറിൽ വൈറ്റ് ഡിസൈനാണ് വന്നേക്കുന്നത് കേട്ടോ. വൈറ്റ് പ്രിൻറ്റിൽ നല്ല രസമുണ്ട് ഇതിൻ്റെ പ്രിൻറ്റ് കാണാൻ. ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ട് കേട്ടോ. ശരിക്കും നമുക്കൊരു കോഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു കുർത്ത സെറ്റ് എന്നൊക്കെ പറയാം. കാഷ്വൽ വെയർ ആയിട്ട് മസ്റ്റായിട്ടും യൂസ് ചെയ്യാം. ഓഫീസ് വെയർ, കാഷ്വൽ വെയർ എല്ലാത്തിനും യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ചൂടെടുക്കില്ലാത്ത നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ലൈനിങ് ഇല്ല. ഇത് മെറ്റീരിയൽ വന്നിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റേയോൺ മെറ്റീരിയലാണ്. വിസ്കസ് റേയോൺ എന്നെങ്ങാണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതുപോലെ ഹൈ നെക്കാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് യോക്ക് പോർഷനിൽ ചെറിയൊരു അതായത് ഇതുപോലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു സംഭവം കൊടുത്തേക്കുന്നുണ്ട് തന്നെ. ഈ സൈഡിൽ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വൈഡായിട്ട് കിടക്കും, ഇങ്ങനെ ടൈറ്റായിട്ട് കിടക്കില്ല, ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. സ്ലീവ് വന്നിട്ട് 3/4 ആണ്. ലൂസ് ഫിറ്റ് മോഡലിലാണ് ഇത് വന്നേക്കുന്നത്. നല്ല രസമാണ് ഇത് കാണാൻ. സൈഡിൽ സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻഡ് വന്നിട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ സെയിം ഇതിൻ്റെ പ്രിൻ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്താ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. സെയിം പ്രിൻറ്റിൽ തന്നെയാണ് അതിൻ്റെ പാൻറ്റും വന്നേക്കുന്നത്. പാൻറ്റ് വന്നിട്ട് നോർമൽ പാൻറ്റായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നോർമൽ പാൻറ്റ്, നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ്. നോർമൽ പാൻറ്റിലാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ടൈപ്പാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ വാങ്ങിയ സൈസ് വന്നിട്ട് ലാർജാണ്. ഇത് സ്മോൾ തുടങ്ങി XXL വരെ അങ്ങനെ എന്തോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എല്ലാത്തിൻ്റെയും ലിങ്ക്. അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്താൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കി പർച്ചേസ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് വരാം. അസ്സലാമു അലൈക്കും, ബൈ.